ഇന്ന് ഒരു ലൈഫ് അപ്ഡേറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആണ് ചെയ്യാൻ പോണത്. നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ഇരുന്ന് ലൈഫ് അപ്ഡേറ്റ് വീഡിയോ ചെയ്തിട്ട് എത്ര നാളായെന്നറിയോ? 10 മാസമായി. ഞാൻ വിചാരിക്കണേ ഞാൻ 4 മാസം 3 മാസം മുമ്പ് ചെയ്തല്ലോ എന്ന്. ഞാൻ ഇപ്പം എടുത്ത് നോക്കിയപ്പോഴാണ് 10 മാസം മുമ്പ് ഞാൻ ലാസ്റ്റത്തെ ഇങ്ങനെ ഇരുന്ന് എൻ്റെ ലൈഫിൽ എന്തൊക്കെയാണ് നടക്കുന്നത്, എനിക്ക് എന്തൊക്കെയാണ് തോന്നണത്, അങ്ങനെയുള്ള ഒരു ലൈഫ് അപ്ഡേറ്റ് Q&A കൈൻഡ് ഓഫ് വീഡിയോ ചെയ്തിട്ട് ലാസ്റ്റ് ചെയ്ത ഒരു Q&A അസുചി ചേട്ടാ. Q&A അല്ല, ഞങ്ങൾ തമ്മിലുള്ള കാര്യം, അതല്ലാതെ ഞാൻ ചെയ്തിട്ടില്ല. ഞാൻ എത്ര പെട്ടെന്നാണ് ഈശ്വര ഈ സമയം ഇങ്ങനെ ഓടണേന്ന് എനിക്ക് മനസ്സിലാവണില്ല. എനിക്ക് പേടിയാവണുണ്ട്. ഡിസംബറായി, 2024 കഴിഞ്ഞ്. എത്ര പെട്ടെന്നല്ലേ ഇങ്ങനെ സമയമുണ്ടല്ലോ. എനിക്ക് തോന്നിയത് എന്താ അറിയോ, കൊറോണയ്ക്ക് ശേഷമാണ് ഈ സമയം ഇങ്ങനെ ഓടുന്നത്. സ്പീഡിൽ ഒരു ദിവസമൊക്കെ ഉണ്ടല്ലോ, പെട്ടെന്നാണ് ഒരു ദിവസം പോണത്. ഒന്നും ഭയങ്കര സ്പീഡില്. അതുകൊണ്ട് എനിക്ക് മനസ്സിലാവണേ ഇല്ല. 10 മാസം മുമ്പ് എൻ്റെ മനസ്സിൽ 3 മാസം മുമ്പാണ് ഞാൻ ആ ഒരു ചിറ്റ് വീഡിയോ ഇട്ടേക്കണെന്നാണ് എൻ്റെ മനസ്സിലുള്ളത്. അപ്പൊ അതുകൊണ്ടിട്ടാണ് ഞാൻ ഇത്രയും ലേറ്റ് ആയത് ഒരു ലൈഫ് അപ്ഡേറ്റ് വീഡിയോ ഇടാനായിട്ട്. അപ്പൊ ഞാൻ വിചാരിച്ചു ഇനി നമുക്ക് ഒരു ലൈഫ് അപ്ഡേറ്റ് ചെയ്യാനുള്ള സമയമായി, നമുക്ക് തമ്മിലൊരു കണക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ലൈഫ് അപ്ഡേറ്റ്, എനിക്ക് 10 മാസത്തെ വിശേഷം പറയാനുണ്ട്. അയ്യോ 10 മാസം നീണ്ട വിശേഷമാണ് പറയാനുള്ളത്. അപ്പോൾ ഫസ്റ്റ് ആണ് ഞാൻ പറഞ്ഞു തുടങ്ങുന്നത് നമ്മുടെ തായ്ലൻഡ് ട്രിപ്പ് എന്ന് പറഞ്ഞു തുടങ്ങാം. കാരണം തായ്ലൻഡ് ട്രിപ്പിൽ പോയപ്പോഴേക്കും ഞാൻ വീഡിയോസ് ഒന്നും എടുത്തിരുന്നില്ലെന്നല്ല, വീഡിയോസ് ഞാൻ എടുത്തിരുന്നു. പക്ഷേ അങ്ങനെ ഭയങ്കര കണ്ടിന്യൂസ് ആയിട്ട് ഒരു വ്ളോഗിങ് ചെയ്യണ രീതിയിലല്ല ഞാൻ ആ ഒരു തായ്ലൻഡ് ട്രിപ്പിനകത്ത് വീഡിയോ എടുത്തിരുന്നത്. ഞാൻ അവിടെ പോയത് ഞങ്ങൾ ഭയങ്കര റിലാക്സ് ചെയ്യാന്നുള്ള രീതിയിൽ വ്ളോഗ് ചെയ്യണം എന്നുള്ള ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ടും അല്ല ഞാൻ പോയിട്ടുണ്ടായിരുന്നേ. കുറേ പേര് ഇങ്ങനെ എൻ്റെ കമൻസിലും മെസ്സേജസ് ആയിട്ടൊക്കെ അയച്ചിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ തമ്മിൽ എന്തോ പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഉണ്ണി വീഡിയോ ഇടാത്തത്. ശരണ്യായിട്ടും ഗംഗയായിട്ടും അശ്രീചയൊക്കെ ആയിട്ട് എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്, ഇല്ലെങ്കിൽ അവരെല്ലാവരും ഇട്ടിട്ട് ഉണ്ണി മാത്രം ഇടാതിരുന്നത് എന്താ, ഒന്നും ഇട്ടില്ല, റീൽസ് ആണെങ്കിലും അങ്ങനെ ഒന്നും ഇട്ടില്ലല്ലോ എന്നൊക്കെ പറഞ്ഞു. വിചാരിച്ച ആൾക്കാർ അങ്ങനെ ചിന്തിക്കുന്നുണ്ടോയെന്നാണ് എനിക്ക് ആദ്യമേ തോന്നിയത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഞാനൊരു ചെറിയൊരു ക്ലാരിഫിക്കേഷൻ തന്നേക്കാമെന്ന്. ഫസ്റ്റ് തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു പ്രശ്നമില്ല. ഓക്കെ, എനിക്കങ്ങനെ ആരുമായിട്ടും വഴക്കില്ല. ഓക്കെ, ഞാൻ ആകെപ്പാടെ ഇടുകയാണെങ്കിൽ വഴക്കിടുന്നത് എൻ്റെ കുട്ടിയായിട്ട്, എൻ്റെ ഹസ്ബൻഡായിട്ട്, പിന്നെ അമ്മൂസ് ഓക്കെ ഞാൻ പറയാം ഫാമിലി ആയിട്ട്. അമ്മയും അച്ഛനായിട്ട് അത്രയായിട്ട് വഴക്കിടാറില്ല. ഇനിയിപ്പോൾ അത് വേണമെച്ചാൽ കൂട്ടാൻ ചെറുതായിട്ട് പണം കാണുന്നുണ്ടെങ്കിലും വലുതായിട്ട് ഞാൻ അവരുമായിട്ട് വഴക്കുണ്ടാക്കാറില്ല. ഞാൻ ഈ 3 പേരായിട്ടാണ് വഴക്കുണ്ടാക്കാറുള്ളത്: അന്നക്കുട്ടി, അമ്മൂസ്, ഉണ്ണി, പിന്നെ മണിക്കുട്ടി. ഓക്കെ, ഇത്ര പേരായിട്ടാണ് ഞാൻ വഴക്കുണ്ടാക്കാറുള്ളൂ. സീരിയസ് ആയിട്ടുള്ള വഴക്ക് വെച്ചാൽ പന്നിക്കുട്ടി മാത്രമായിട്ട് അറിയാം. അമ്മൂസിനെയും ചെറുതായിട്ട് കയറ്റാം. അല്ലാതെ വേറെ ആരുമായിട്ട് ഞാൻ വഴക്കുണ്ടാക്കാറില്ല, വേറെ ആരുമായിട്ട് ദേഷ്യപ്പെട്ടിരിക്കാറില്ല. പിന്നെ പിണങ്ങി മിണ്ടാതെ അങ്ങനത്തെ ഒരു ദേഷ്യമായിട്ട് എനിക്ക് വേറെ ആരോടും അങ്ങനെ ഞാൻ ദേഷ്യപ്പെട്ടിരിക്കാറില്ല. ഓക്കെ, അപ്പോൾ ആരുമായിട്ട് എനിക്കൊരു പ്രശ്നമില്ല. ഞങ്ങൾ ഭയങ്കര അടുപ്പത്തിലാണ്. അങ്ങനെ എപ്പോഴെപ്പോഴും ഞാൻ വിളിച്ച് സംസാരിക്കുന്ന അടുപ്പമല്ല, അല്ലാതെ മെൻ്റലി ഉള്ള ഒരു കണക്ഷനൊക്കെ ഉണ്ട്. പിന്നെ അന്ന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാതിരുന്നില്ല, വീഡിയോ ഇടാതിരുന്നത് അന്ന് ഞാൻ പോയത് തന്നെ റിലാക്സ് ചെയ്യാന്നുള്ള രീതിയിലാണ് പോയത്. ഞാൻ അപ്പോൾ ഷാരൂനോട് ഞാൻ പറയുകയും ചെയ്തു, ഞാൻ റിലാക്സ് ചെയ്യാനായിട്ട് വരണതാണ്, ചുമ്മാ അവിടെ വരിക കറങ്ങുക. എനിക്കാണെന്നുണ്ടെങ്കിൽ ബീച്ചസ് ഇഷ്ടമില്ല, നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ ഒരു സ്ഥലം കാണാനുള്ളൊരു ഇതില്ല എനിക്കങ്ങനെ. ബീച്ചുകൾ അല്ലെങ്കിൽ അങ്ങനെ ചൂടുള്ള സ്ഥലങ്ങളൊന്നും എനിക്കങ്ങനെ പോണത് അത്ര കണ്ട് താല്പര്യമില്ല. പക്ഷെ ഞാൻ ഇവരുമായിട്ടുള്ള ആ ഒരു വൈബിന് വേണ്ടിയിട്ടാണ് കേട്ടോ പോകാമെന്ന് ഉദ്ദേശിച്ചത്. അപ്പോൾ ഞങ്ങൾ ഷൂട്ട് ചെയ്യണ്ടെന്ന് തന്നെ ഉദ്ദേശിച്ചാൽ പോയത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ എല്ലാവർക്കും ഷൂട്ട് ചെയ്യണ കണ്ടപ്പോഴേക്ക് ചെന്നപ്പോൾ ഞാനും ഒന്ന് എടുത്തേക്കാണ്. ഞാൻ കുറച്ച് ക്ലിപ്പിങ്സ് ഒക്കെ എടുത്ത് വെച്ച് തിരിച്ചു വന്ന് എഡിറ്റ് ചെയ്യാൻ നോക്കിയപ്പോഴാണ് ഈ ക്ലിപ്പിങ്ങിനൊന്നും തലയില്ല വാലുമില്ല. എവിടെ നോക്കിയോ കുറേ എണ്ണം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇച്ചിരിയൊക്കെ അവിടെ ഇവിടെയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടെന്ന് അല്ലാണ്ട് ഒരു ഫുൾ വ്ളോഗ് ആക്കാൻ മാത്രമുള്ള ക്ലിപ്പിംഗ് ഇല്ല എൻ്റെ കയ്യിൽ. അതുകൊണ്ടിട്ടാണ് ഞാൻ വീഡിയോ ഇടാതിരുന്നത്. പിന്നെ എല്ലാവർക്കും വീഡിയോ ഇട്ടല്ലോ, അല്ലാതെ അതിൽ കൂടുതലൊന്നും എന്തെങ്കിലും കാണിക്കാനുണ്ടായിരുന്നില്ല. ഷോർട്സ് ആണെന്നുണ്ടെങ്കിലും പിന്നെ ആ സമയത്തുണ്ടല്ലോ ഞാനങ്ങനെ വ്ളോഗൊന്നും എടുക്കുന്നുണ്ടായിരുന്നില്ല. അതിന് മുമ്പേ നിങ്ങൾ എൻ്റെ സ്ഥിരമായിട്ട് വീഡിയോസ് കാണുന്ന ആളാണെന്നുണ്ടെങ്കിൽ മനസ്സിലാവും, ഞാൻ കുറച്ചധികം നാളായിട്ട് ഇങ്ങനെ വ്ളോഗ് എടുക്കാനുള്ള ഒരു ടച്ച് വിട്ട് കിടക്കണേന്. ഇനി നമ്മുടെ വ്ളോഗിങ് ചാനലിൽ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെ ഒന്നും തന്നെ ഇല്ലല്ലോ. ഫുള്ള് ബ്യൂട്ടി വീഡിയോസുകളായിരുന്നു ഫുള്ള് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ആ ടൈമിലൊരു വ്ളോഗിങ് ടച്ച് വിട്ട് കിടക്കുന്ന ടൈമായിരുന്നു. അപ്പോൾ അതുകൊണ്ടിട്ടും കൂടിയിട്ടാണ് ഞാൻ ആ സമയത്ത് വീഡിയോസ് ഒന്നും എടുക്കാതിരുന്നത്. പക്ഷെ എനിക്കിപ്പോൾ തോന്നുന്നുണ്ടായിരുന്നു കേട്ടോ വീഡിയോ എടുക്കാറ്. പക്ഷെ അവിടെ വെച്ച് എനിക്ക് തോന്നിയിരുന്നില്ല. അവിടെ വെച്ച് ഞാൻ അങ്ങനെ വിചാരിക്കുന്നുണ്ട് എല്ലാവരും ഇങ്ങനെ വ്ളോഗ് എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഇന്റൻഷനലി വ്ളോഗ് എടുക്കുന്നുണ്ടെന്നല്ല കേട്ടോ പറഞ്ഞേ. പക്ഷെ എനിക്ക് അവിടെ വെച്ച് എനിക്ക് തോന്നി ഞാനും കൂടി എടുക്കായിരുന്നു, ഇതൊക്കെ പിന്നീട് കാണാമല്ലോ, അങ്ങനെയൊക്കെ ഞാൻ വിചാരിച്ച്. പക്ഷെ എനിക്ക് അവിടെ വെച്ച് പറ്റണില്ല. പിന്നെ മെയിൻ തിങ് ഞാൻ പീരീഡ്സ് ആയിരുന്നു അന്ന്.
ഞാൻ ഏത് ട്രിപ്പ് പോയിട്ടുണ്ടെങ്കിലും പീരീഡ്സ് ആവും. അപ്പോൾ പീരീഡ്സ് ആയതുകൊണ്ടും പിന്നെ ഈ ബീച്ച് സൈഡും ആണ്. അപ്പം നനഞ്ഞ് ആ ഒരു അവസ്ഥ എനിക്ക് ഓർക്കാൻ വയ്യ. എനിക്ക് അങ്ങനെ ചീഞ്ഞളിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥയായിരുന്നു ഞാൻ ആ ബീച്ചിലൊക്കെ ഇറങ്ങണ ആ 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും ഞാൻ സെറ്റായിരുന്നു കേട്ടോ. 2 ദിവസം കഴിഞ്ഞപ്പോഴേക്കും സെറ്റായി. പിന്നെ ഞാൻ ഫുൾ എൻജോയിങ് ആയിരുന്നു. അത് നിങ്ങൾക്ക് ആ വ്ളോഗിനകത്തും കാണാൻ പറ്റുമായിരിക്കും. ഞാൻ ഇങ്ങനെ ഇങ്ങനെ ലലലല അങ്ങനെ പറഞ്ഞിട്ടുള്ള നടക്കണം. അങ്ങനെ ഒന്നും മനസ്സിലില്ലാണ്ട് ഇങ്ങനെ ഒരു ലലലല കാണിച്ചിട്ട് ഇങ്ങനെ നടക്കണമായിരുന്നു. പിന്നെ വേറെ ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നതാണ് കേട്ടോ, ആഫ്റ്റർ ഗേൾസ് ട്രിപ്പ് പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന്. മെയിൻ ആയിട്ടുള്ള കാര്യം എനിക്ക് വ്ളോഗ് ചെയ്യാനുള്ള മടി പോയെന്നുള്ളതാണ്. അതിന് ഞാൻ അവരോടാണ് താങ്ക്ഫുൾ ആയിട്ടുള്ളത്. കാരണം എനിക്ക് അപ്പോഴാണ് എനിക്കിങ്ങനെ മനസ്സിലായത്. എന്നോട് അശ്വതിച്ച് ഇങ്ങനെ പറഞ്ഞു കേട്ടോ, നീ വ്ളോഗ് ചെയ്യണില്ലേ, വ്ളോഗ് ചെയ്യണ്ട, ജസ്റ്റ് ക്ലിപ്പിങ്സ് എടുത്ത് വെച്ചോ, അങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ എല്ലായിടത്തും പോണ കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്ത് റെക്കോർഡ് ചെയ്ത് വെച്ചോ, ഒന്നും ചെയ്തില്ലേ പിന്നെ പിന്നീട് എന്തെങ്കിലും വേണ്ടി യൂസ് ചെയ്യാലോ. പിന്നെ അതുപോലെ തന്നെ എനിക്ക് ഓരോരുത്തരിൽ നിന്നിട്ട് എനിക്ക് ഓരോ കാര്യങ്ങൾ പഠിക്കാൻ പറ്റി. അതെനിക്ക് ഭയങ്കര ഒരു പാഠമായിട്ടുണ്ടായിരുന്നല്ലോ. എൻ്റെ ഈ ഒരു കരിയർ വൈസ് കുറേ കാര്യങ്ങൾ അവരിൽ നിന്ന് പഠിക്കാൻ പറ്റി. കരിയർ വൈസ് അല്ലാതെയും ലൈഫ് പ്ലാൻ ചെയ്ത് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്നുള്ളത് പഠിക്കാൻ പറ്റി. അങ്ങനെ കുറേ കാര്യങ്ങൾ എനിക്ക് ട്രിപ്പിന് ശേഷം മനസ്സിലായിട്ട്. അതിന് ശേഷം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും, ഞാൻ കുറേ വ്ളോഗ് ചെയ്യുന്നുണ്ട്. നമ്മുടെ സെക്കൻഡ് ചാനലിൽ എത്ര വീഡിയോസ് ഇട്ടെന്ന് ചെക്ക് ചെയ്ത് നോക്കട്ടെ. ഞാനിവിടെ ലിങ്ക് കമൻറ്റ് സെക്ഷനിൽ പിൻ ചെയ്ത് വെച്ചേക്കാം. അതിനകത്ത് ഞാൻ കുറേ വ്ളോഗ് ചെയ്തിട്ടുണ്ട്. എനിക്കിപ്പോൾ വ്ളോഗ് ചെയ്യാനുള്ള ആ ഒരു മടി കുറഞ്ഞ് വരുന്നുണ്ട്. മറ്റേ എനിക്ക് വ്ളോഗ് ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര ഒരു എന്താ പറയുക, എനിക്ക് വ്ളോഗ് ചെയ്യുമ്പോൾ എന്താ മനസ്സിൽ തന്നെയെന്ന് അറിയാം. പക്ഷെ ഞാൻ വ്ളോഗ് ചെയ്യുമ്പോഴേക്കും വേറൊരാൾ കാണിക്കുമ്പോഴേക്കും അവർക്കിനി ഞാൻ അവരെ യൂസ് ചെയ്യണം എന്നുള്ള ഫീല് വരുമോ, അങ്ങനത്തെ ഒക്കെ ഒരു ചിന്തയായിരുന്നു എനിക്ക് ഉണ്ടായിരുന്നത്. മെയിനായിട്ട് ഞാൻ വ്ളോഗ് ചെയ്യാൻ പഠിക്കണത് അതുകൊണ്ടിട്ടായിരുന്നു. പക്ഷേ ഈ ട്രിപ്പിന് ശേഷം എനിക്ക് ആ ഒരു മടി മാറി എന്നുള്ളതാണ്, ആ ഒരു കോൺഫിഡൻസ് വന്നെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറേ ഇപ്പോൾ വ്ളോഗുകൾ ഷൂട്ട് ചെയ്യാനായിട്ട് തുടങ്ങി. മൊത്തത്തിലൊരു കോൺഫിഡൻസ് വന്നിട്ടുള്ള പോലെയാണ് എനിക്ക് ഫീൽ ചെയ്യണത്. പിന്നെ കാവ്യ പറഞ്ഞിരിക്കുകയാണ് കേട്ടോ, ഇപ്പോൾ വ്ളോഗ്സ് കാണാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, പണ്ടത്തെ പോലെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുണ്ട് കാണാനായിട്ടെന്ന്. താങ്ക് യു. ഞാനിപ്പോൾ ഞാൻ കുറേ എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട് കേട്ടോ, അങ്ങനെ വ്ളോഗ്സ് ഇടാൻ പറ്റിയല്ലോ. ഞാനിപ്പോൾ എല്ലാം അങ്ങനെ മുമ്പ് എങ്ങനെയായിരുന്നെന്നറിയോ, മുമ്പ് എനിക്കിങ്ങനെ വ്ളോഗ് ഇടുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടായിരുന്നു. പക്ഷെ എനിക്ക് ഇപ്പം എങ്ങനെയാണെന്നറിയോ, ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഞാൻ ആ മൊമെൻ്റ് എൻജോയ് ചെയ്തുകൊണ്ട് അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് തുടങ്ങി. മുമ്പെന്ന് പറഞ്ഞാൽ വ്ളോഗ് ചെയ്യണം വെച്ചാൽ അത് എടുത്ത് ഒരു വീഡിയോ ആക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടെ. അപ്പോൾ എന്താ പറ്റുക വെച്ചാൽ അപ്പോൾ നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആവും, നമുക്ക് ആ സ്ഥലം കാണാൻ പറ്റില്ല. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻജോയ് ചെയ്തിട്ട് ആ ഒരു മൊമെൻ്റ് എൻജോയ് ചെയ്തുകൊണ്ട് ആ ഒരു ഇമേജസ് ക്യാപ്ചർ ചെയ്യുക, ആ ഒരു രീതിയിലോട്ടായി. അതെനിക്ക് ഈ ട്രിപ്പിന് ശേഷമാണ് കേട്ടോ അതെനിക്ക് മനസ്സിലായത്. ഇപ്പോഴും ഞാൻ ഇച്ചിരി ആ ഒരു മൊമെന്റ് എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് നിൽക്കുന്നുണ്ട്. പക്ഷെ എന്നാൽ പോലും ഒരു 80% എനിക്ക് ആ മൊമെന്റിൽ നിന്നുകൊണ്ടിട്ട് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതെനിക്ക് ആ ട്രിപ്പിന് ശേഷം പറ്റിയിട്ട് പക്ഷെ കിട്ടിയ ഒരു ഗുണപാഠം ആണ് കേട്ടോ. അതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ നിങ്ങൾക്ക് എൻജോയ് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞതിൽ എനിക്ക് ഒരുപാട് സന്തോഷം. ഇപ്പോൾ നമ്മുടെ സെക്കൻഡ് ചാനലിലാണെന്നുണ്ടെങ്കിലും അങ്ങനെ ഒന്ന് പിക്കായി വരുന്നുണ്ട്, ഒരേ കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള വ്യൂസും സ്ഥിരമായിട്ട് കമൻ്റ് ഇടുന്ന ആളുകളും. അപ്പോൾ അവരെയൊക്കെ എനിക്ക് അറിയാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് പേരുണ്ടാവുന്നുണ്ടല്ലോ, നമുക്ക് അവരെ മാനേജ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്കിപ്പോൾ സെക്കൻഡ് ചാനലിൽ വീഡിയോ ഇടാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് വെച്ചാൽ ഇങ്ങനെ ഭയങ്കര കാഷ്വലി ഇങ്ങനെ ഒന്നും മൈൻഡ് ചെയ്യാണ്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും ഇടാന്നുള്ള ആ രീതിയിൽ എനിക്ക് വീഡിയോസ് ഇടാനായിട്ട് പറ്റും. അപ്പോൾ നിങ്ങൾ കാണാത്തവർ കണ്ടു നോക്കൂ, ഓക്കെ. പിന്നെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇങ്ങനെ ആസ്മി ക്വസ്റ്റ്യൻ ഇട്ടിരുന്നു കേട്ടോ. അപ്പോൾ അതിനകത്ത് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ ഇതിൻ്റെ കൂടെ എടുക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഞാനൊരു 4 മാസം മുമ്പ് എൻ്റെ കമ്മ്യൂണിറ്റി ടൈമിൽ ഒരു Q&A ഇടുന്നുണ്ട്, ക്വസ്റ്റ്യൻ ചോദിക്കാൻ പറഞ്ഞിട്ടായിരുന്നു. അപ്പോൾ അതിനകത്തൊന്നും കൂടിയുള്ള ക്വസ്റ്റ്യൻ ഞാൻ ചൂണ്ടുന്നുണ്ട് കേട്ടോ. അടുത്തൊരാൾ ചോദിച്ചിരിക്കുകയാണ് കേട്ടോ, ഓൾഡ് ഉണ്ണിയെ മിസ് ചെയ്യാറുണ്ടോയെന്ന്. എനിക്ക് ഓൾഡ് ഉണ്ണീനെ അങ്ങനെ മിസ് ചെയ്യാറില്ല. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്, നമ്മളങ്ങനെ മിസ് ചെയ്തിട്ടൊരു കാര്യമില്ല. നമുക്ക് പഴയ നമ്മളാവാനായിട്ട് ഇനി പറ്റില്ല. നമ്മൾക്ക് എപ്പോഴും ചിന്തിക്കാൻ പറ്റുന്നത് മുന്നോട്ട് എന്തെന്നുള്ളത് ചിന്തിക്കാന്നേ ഉള്ളൂ. പിറകിലോട്ടുള്ള കാര്യം നമ്മൾ ആലോചിച്ചിരുന്നിട്ട് ഒരു കാര്യമില്ല, നമുക്ക് അതിലൊന്നും ചെയ്യാനില്ല. നമ്മളിനി പഴയതുപോലെ ആവാൻ ശ്രമിച്ചാൽ പോലും പഴയ സാഹചര്യങ്ങളല്ല ഇപ്പോൾ ഉള്ളത്. അപ്പം നമുക്ക് ഒരിക്കലും എന്തിനാണെങ്കിലും നിങ്ങളുടെ കാര്യമാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും പഴയതുപോലെ ആവാൻ പറ്റില്ല. പഴയ പോലെ എനിക്കാവണം, നമ്മൾ അങ്ങനെ ഞാൻ ശ്രമിച്ച് നോക്കിയിട്ടുണ്ട്. അതേപോലെ ഞാൻ അങ്ങനെ എൻ്റെ പഴയ വീഡിയോസൊക്കെ എടുത്ത് വെച്ചിങ്ങനെ നോക്കി എന്താണ് ഇങ്ങനെ എല്ലാവരും പറയണ്ടല്ലോ പഴയതാണ് നല്ലത്. അപ്പോൾ എന്താ ഞാൻ അതിൽ ഇതാക്കിയേക്കണേന്നൊക്കെ നോക്കിയെങ്കിലും പക്ഷെ എനിക്കിനി അങ്ങനെ ആവാൻ പറ്റില്ല. ഞാൻ മാറി, അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. അത് നിങ്ങളൊന്ന് അക്സെപ്റ്റ് ചെയ്യൂ പ്ലീസ്. വെച്ചാൽ ഞാനിപ്പോൾ പണ്ട് വീഡിയോ ഇട്ടുകൊണ്ടിരുന്ന 21-കാരിയല്ല, ഓക്കെ. ഞാനിപ്പോൾ വലുതായി, കാണുമ്പോഴേക്കും വലിയൊരു ലുക്കില്ലെങ്കിലും വലുതായി. ഞാനൊരു വുമൺ
ആയിരിക്കുകയാണ്. ഇപ്പോൾ ഒരു ഭാര്യയായി ഒരു വീട് നോക്കുന്നു, അതിലുപരി ഒരു ബിസിനസ് ഓണറാണ് ഗൈസ്. അപ്പോൾ അത്ര ആളുകളെ മാനേജ് ചെയ്യണം, അതിൻ്റെ കൂടെ ബിസിനസ്സിൻ്റെ പിറകിലുള്ള വർക്കുകൾ ചെയ്യണം. അപ്പോൾ മൊത്തത്തിൽ നമ്മളുടെ സാഹചര്യങ്ങൾ മാറി, നമ്മൾ ഇടപഴകുന്ന ആളുകൾ മാറി, പിന്നെ നമ്മൾ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾ മാറി. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനൊരു കുട്ടിയായിരുന്നു. അപ്പോൾ ആ ഒരു കുട്ടിത്താവുമ്പോൾ ഇന്നസെൻസ് ഒക്കെ പണ്ടത്തെ സംസാരത്തിലുണ്ടായിരുന്നിരിക്കാം. പക്ഷെ ഇപ്പം അതേപോലെ ആവണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ആവാൻ പറ്റില്ല. ഞാൻ അങ്ങനെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിക്കും ഈ പെണ്ണ് എന്താണ് ഈ കാണിക്കണമെന്നായിരിക്കും നിങ്ങൾ പിന്നെ പറയാൻ പോണത്. അപ്പം അതുകൊണ്ട് എനിക്ക് പഴയ അമ്മീനെ എനിക്ക് മിസ് ചെയ്യാറില്ല. ഇപ്പോഴുള്ള എന്നെ എനിക്ക് ഇഷ്ടമാണ്. ഇപ്പം ഞാൻ കാര്യങ്ങൾ ചെയ്യണതാണെങ്കിലും എനിക്ക് തോന്നാറുണ്ട് എനിക്കിപ്പോൾ ഒരു കോൺഫിഡൻസ് വന്നിട്ടുണ്ട്. പിന്നെന്താ, കുറേ നിലപാടുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ കുറച്ചുകൂടി ബോൾഡ് ആയിട്ടുണ്ടെന്നൊക്കെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അതൊക്കെ തന്നെ എനിക്ക് ഇഷ്ടമാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എനിക്ക് പഴമുണ്ട് എനിക്കങ്ങനെ മിസ് ചെയ്യാറില്ല. നിങ്ങൾ മിസ് ചെയ്യരുത്. ഓക്കെ, മിസ് ചെയ്തിട്ട് കാര്യമില്ല, ഇനിയൊന്നും നമുക്ക് കിട്ടില്ല. നിങ്ങളുടെ ലൈഫിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നിലോട്ട് നോക്കിയിട്ട് എനിക്കത് ചെയ്യാമായിരുന്നു, എനിക്കത് കിട്ടിയിരുന്നെങ്കിൽ, കഴിഞ്ഞു പോയതിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. ഇനി വരാൻ പോണത് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാമെന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടിട്ട് പഴയ ഉണ്ണിയുടെ കാര്യം ഇവിടെ പറയരുത്. ഓക്കെ. പിന്നെ ശ്രീയ ചോദിച്ചിരിക്കുകയാണ് ഹെയർ കെയർ റൂട്ടീൻ ഷെയർ ചെയ്യാമോ എന്ന്. ഇപ്പോഴത്തെ ഹെയർ ഇഷ്ടമാണെന്ന്. ഓ താങ്ക് യു. അയ്യോ, ഇതുണ്ടല്ലോ, ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ചെയ്യണമെന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ആണ് ഞാൻ എൻ്റെ ഹെയറിൽ മോയ്സ്ചർ ട്രീറ്റ്മെൻറ്റും പ്രോട്ടീൻ ട്രീറ്റ്മെൻറ്റും വീട്ടിൽ തന്നെ ആയിരുന്നു. നമുക്ക് കടയിൽ നിന്ന് മേടിച്ച് എടുക്കാം. പക്ഷേ കടയിൽ നിന്ന് മേടിച്ച് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് കേട്ടോ. അത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ഒയ്യോ ഡ്രാസ്റ്റിക് ഡിഫറൻസ്. എൻ്റെ മുടിയിൽ കേൾസ് നിൽക്കേണ്ടായിരുന്നില്ല. ഞാൻ നല്ല സ്ട്രോങ് ഹോൾഡുള്ള ജെല്ലിട്ടാൽ മാത്രമാണ് CGM ചെയ്താൽ പോലും എൻ്റെ മുടിയിൽ കേൾസ് നിൽക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പ്രശ്നം എന്താ വെച്ചാൽ ഇവിടെ കേൾസ് ഉണ്ട്. എൻ്റെ പുതിയ വരുന്ന മുടി നല്ലോണം കേൾ നിൽക്കും, ഈ പഴയ മുടിയിൽ കേൾസ് നിൽക്കുന്നുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു ഇത് ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ബാക്കിയുള്ള മുടിയിലും കൂടിയിട്ട് കേൾസ് നിൽക്കാനായിട്ട് തുടങ്ങി. അപ്പോൾ തന്നെ എനിക്ക് എന്തൊരു സന്തോഷമായിട്ട് വന്നോ എന്ന് വെച്ചാൽ എൻ്റെ മുടി തിരിച്ചു വരാൻ തുടങ്ങി എന്നുള്ള ആ ഒരു സന്തോഷം എനിക്ക് വന്നു തുടങ്ങി. അപ്പോൾ ഞാൻ ഹെയർ കെയർ റൂട്ടീൻ ചെയ്യുന്നതാണ് കേട്ടോ, എന്തൊക്കെ നിങ്ങൾക്ക് ചെയ്യാന്നുള്ളത്. പിന്നെ എൻ്റെ മുടി ഇപ്പം ഇച്ചിരി മാറി തുടങ്ങി. അത് ഞാൻ അക്സെപ്റ്റ് ചെയ്ത് തുടങ്ങി. എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുടിയിൽ അമ്മയുടെ മുടിയോ ആയിട്ട് ചെറുതായി അതേപോലെ വരണം എന്നല്ല, പക്ഷേ ആ ഒരു ഹെറിഡിറ്ററിയിലോട്ട് വരുന്നതായിട്ട് എനിക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ട്. എൻ്റെ മുടിയിലുള്ള ഒരു കോഴ്സ് ഹെയർ, എൻ്റെ മുടിയുടെ കട്ടി ഇവിടെ പറ്റുവാണെങ്കിൽ ഫോട്ടോ ഇടാം. എൻ്റെ നല്ല തിക്കായിട്ടുള്ള ഹെയർ ആണ് കേട്ടോ. അപ്പോൾ ആ ഒരു ടെക്സ്ചർ അമ്മയുടെ മുടിയും കൂടി തൊട്ട് നോക്കുമ്പോഴേക്കും ഒരേപോലെ. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം. നമ്മുടെ ഹെറിഡിറ്ററി ആയിട്ട് അങ്ങനെ മുടി ഉണ്ടെങ്കിൽ അതിലോട്ട് വരാം. പിന്നെ നമ്മൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ പല കാര്യങ്ങൾ കൊണ്ടിട്ട് ഹെയർ ചേഞ്ച് ആവാം. അപ്പോൾ അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യാന്നുള്ളതാണ്. ഇപ്പം എനിക്ക് അതുകൊണ്ട് വിഷമില്ല. മുമ്പ് എനിക്ക് ഞാൻ തന്നെ ഫിഗർ ഔട്ട് ചെയ്യാനുള്ളൊരു എന്താ പറ്റിയത്, എനിക്ക് സെറ്റ് ആക്കണത്, റെഡി ആക്കണം. ഞാൻ ആ വീഡിയോയിൽ അങ്ങനെയല്ലേ പറയുന്നത്. പക്ഷെ ഇപ്പം എനിക്ക് മനസ്സിലായി എന്തൊക്കെ ചെയ്യാം. എൻ്റെ മറ്റേ 2B കേൾസ് ആയിരുന്നത് ഇപ്പോൾ 2C കേൾസ് ആയത്. കുറച്ചും കൂടി ചുരുളാനായിട്ട് തുടങ്ങി എൻ്റെ മുടി. അപ്പോൾ അതുകൊണ്ടിട്ട് ഞാനിപ്പോൾ എനിക്കൊരു ഐഡിയ ഇപ്പം തന്നെ എന്തൊരു സമാധാനം ഉണ്ടെന്നോ. പിന്നെ അടുത്തൊരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അന്ന് നെഗറ്റീവ് കമൻറ്റ് റിയാക്ഷൻ വീഡിയോ ഹെയർ കെയറിനെ പറ്റി ചെയ്ത് കഴിഞ്ഞപ്പോഴേക്കും ചെയ്യണ്ടെന്ന് തോന്നിയിരുന്നോ? കാരണം അതിന് ശേഷം കുറേ ആ വീഡിയോയുടെ അടിയിൽ തന്നെ കുറേ നെഗറ്റീവ് കമൻറ്റ്സ് ഒക്കെ കണ്ടായിരുന്നല്ലോ. ഞാൻ ഒന്ന് ചാരിയിരിക്കുവാണേ, കണ്ടായിരുന്നല്ലോ എന്നൊക്കെ ഇങ്ങനെ ആ കുട്ടി പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സത്യം പറഞ്ഞാൽ ആ ഒരു വീഡിയോ ചെയ്യണ്ടായിരുന്നെന്ന് തോന്നിയില്ല കേട്ടോ. അത് ചെയ്തത് എന്തുകൊണ്ടും നന്നായി. കാരണം എന്താ വെച്ചാൽ ഫസ്റ്റ് തിങ് എൻ്റെ മനസ്സിൽ നിന്ന് അത് പോയി. മറ്റേത് എനിക്കിങ്ങനെ ഓരോരുത്തരോട് എനിക്കിങ്ങനെ പറഞ്ഞു എന്ത് പറഞ്ഞാലും മനസ്സിലാവണ്ടില്ലായിരുന്നു ആളുകൾക്ക്. ഇങ്ങനെ കുത്തി പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ഇപ്പോൾ ഒരു വിഭാഗം ആളുകൾ എന്നെ മനസ്സിലാക്കുന്ന ആളുകളുണ്ടായി. അത് ആ ഒരു വീഡിയോ ചെയ്തത് കൊണ്ടിട്ടാണ്. പിന്നുള്ളൊരു പ്ലസ് പോയിന്റ് എന്താ അറിയോ, ഇതെനിക്ക് ഏറ്റവും ഭയങ്കര ഇഷ്ടമായിട്ടുള്ള ഒരു പ്ലസ് പോയിന്റ് ആണ് കേട്ടോ. അത് ഞാനിങ്ങനെ മാളിലൊക്കെ പോകുമ്പോഴേക്കും എന്നോട് ഇപ്പോൾ ഒരു 5-6 പേരെങ്കിലും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേച്ചിയുടെ ആ വീഡിയോ കണ്ടത് കൊണ്ട് ഞാനിപ്പോൾ എൻ്റെ ഓൺ ഹെയർ ഇഷ്ടപ്പെടാനായിട്ട് തുടങ്ങിയെന്ന്. ഒരു കുട്ടി ഉണ്ടല്ലോ, ശരിക്കും എൻ്റെ ഹെയർ എൻ്റെ മുടിയിൽ ഫ്രിസി ആയിട്ടുള്ള ഹെയറാണ്, നല്ലോണം പൊന്തി നിൽക്കുന്ന ഹെയറാണ്. അപ്പോൾ അതെന്നോട് പറയാം, ചേച്ചിയുടെ ആ വീഡിയോ കണ്ടതിന് ശേഷമാണ് ഇന്ന് ഞാൻ അതുകൊണ്ടിട്ട് മുടി അഴിച്ചിട്ടിട്ട് വന്നതെന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നിയിട്ട് ആ ഒരു 5-6 പേരെങ്കിൽ 6 പേരെ ആ ഒരു വീഡിയോ കൊണ്ട് അവർക്ക് അവരുടെ സ്വന്തം മുടിയിൽ കോൺഫിഡൻസ് വന്നില്ലേ. അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടത്. അതാണ് ഞാൻ അതിൽ നിന്ന് ഉദ്ദേശിച്ചത്. അതെനിക്ക് സൊസൈറ്റിയിലോട്ട് ആ ഒരു ഇൻഫർമേഷൻ പാസ് ചെയ്യാൻ പറ്റി. എനിക്ക് കുറേ ഹെയ്റ്റൊക്കെ വന്നാലും ഒരാൾക്ക് അവരുടെ സ്വന്തം സ്കിന്നിലും ഹെയറിലൊക്കെ കോൺഫിഡൻസ് ആയിരിക്കാൻ പറ്റാൻ ഞാനൊരു കാരണമായെങ്കിൽ അത് അടിപൊളിയല്ലേ.
അത് എനിക്കത് ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് എനിക്ക് അതിലൊരു റിഗ്രറ്റും ഇല്ല കേട്ടോ. അത് ഇങ്ങനെ നെഗറ്റീവ് കമൻറ്റ്സ് വരുമ്പോൾ എനിക്ക് ആ വീഡിയോയുടെ റീച്ച് കൂടും എന്നല്ലാണ്ട് എനിക്കൊരു റിഗ്രറ്റും ഇല്ല ആ വീഡിയോ ഇട്ടതിൽ. അതിൽ നിന്നിട്ട് എനിക്ക് ഗുണങ്ങളേ ഉണ്ടായിട്ടുള്ളൂ. ഫിനാൻഷ്യലി ആണെന്നുണ്ടെങ്കിൽ എനിക്ക് അതിനകത്ത് മോണിറ്റൈസേഷൻ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ആളുകളിൽ ഇത്രയും അവർക്കൊരു കോൺഫിഡൻസ് ചെയ്യാൻ കാരണം ഉണ്ടാകാൻ പറ്റിയെങ്കിൽ ഐ എം സോ ഹാപ്പി. ഞാൻ ശരിക്കും ഉണ്ടല്ലോ, ഞാനിങ്ങനെ സൊസൈറ്റിക്ക് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻഫർമേഷൻ എന്താ അറിയോ, നമ്മൾ എങ്ങനെയാണോ ഇരിക്കണത് അതിൽ നമ്മൾ കംഫർട്ടബിൾ ആയിരിക്കുക, അതിൽ നമ്മൾ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ്. നമുക്കതിനൊന്ന് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നിങ്ങൾക്കിപ്പോൾ ലിപ്സ്റ്റിക് ഇടണം, അല്ലെങ്കിൽ മേക്കപ്പ് ചെയ്യണം, ഇപ്പോൾ സ്കിൻ കെയർ ചെയ്യണം, ഹെയർ കെയർ എന്ത് ചെയ്യാം. പക്ഷേ നമ്മളെ സ്നേഹിക്കണം, മനസ്സിലായോ? അല്ലാതെ നമ്മൾ വേറൊരാളെ പോലെ ആവാനായിട്ട് ശ്രമിക്കരുത്. ഇപ്പോഴത്തെ എനിക്ക് ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സ് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള ബ്യൂട്ടി സ്റ്റാൻഡേർഡ്സാണ്. ഭയങ്കര ടോക്സിക് അല്ലേ? എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷെ നമുക്ക് നോർമലായിട്ടുള്ള നമ്മുടെ പോഴ്സ് പോലും എനിക്ക് വരണ മെസ്സേജസ് എന്നാണ്. കുട്ടികളൊക്കെ ഇങ്ങനെ മെസ്സേജ് ചോദിച്ചു ഇങ്ങനെ പോഴ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ ഫോട്ടോ അയക്കുകയും പറയും കേട്ടോ, സ്കിന്നിൻ്റെ ഫോട്ടോ അയക്കാനായിട്ട്. അപ്പോൾ ഫോട്ടോ അയക്കുമ്പോൾ നോർമൽ നമ്മുടെ സുഷിരം അതൊക്കെ അതുപോലും ഇല്ലാതെ ഇപ്പം ഇങ്ങനെ ഈ കൊറിയൻ ഗ്ലാസ് സ്കിൻ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനത്തെ നല്ല സ്മൂത്ത് ആൻഡ് ലെയേർഡ് ആയിട്ടുള്ള അങ്ങനത്തെ സ്കിന്ന് വേണമെന്നാണ് ആളുകളുടെ ആഗ്രഹം. അതിന് വേണ്ടിയിട്ട് ട്രീറ്റ്മെൻറ്റുകളും അതുപോലെ ഇങ്ങനെ സ്കിൻ കെയർ പ്രോഡക്റ്റുകളും ഒക്കെ യൂസ് ചെയ്യാനായിട്ട് റെഡിയാണ്. പക്ഷേ ഒരു കാര്യം നമ്മൾ മറന്നു പോകുന്നുണ്ട്, ഇതെല്ലാം നമുക്കുള്ളത് നമ്മളുടെ ഹെൽത്തിന് വേണ്ടിയിട്ടാണ്. നമുക്ക് വിയർപ്പ് വെളിയിലോട്ട് പോകാനും നമ്മളുടെ സ്കിന്നിന് ബ്രീത്ത് ചെയ്യാനും ഒക്കെ വേണ്ടിയിട്ടാണ് ആ സുഷിരങ്ങളുള്ളത്. അതിന് പല പല ഫങ്ഷൻസ് ഉണ്ട്. നമ്മൾ ഇങ്ങനെ ചെയ്ത് അതെല്ലാം ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നീട് നമുക്കത് ഭയങ്കര ദോഷമായിട്ട് വരില്ലേ? ഇതൊക്കെ എൻ്റെ ചിന്തകളാണ് കേട്ടോ. അപ്പം ഞാൻ തന്നെ വിചാരിക്കും, പക്ഷെ ഞാൻ സത്യം പറഞ്ഞിങ്ങനെ ബ്യൂട്ടി ചെയ്യേണ്ട ആൾ തന്നെയാണോ ഇങ്ങനെ ഇതിനൊക്കെ ഇങ്ങനെ എതിർക്കാനായിട്ട് തുടങ്ങിയാലെന്ന്. സത്യം പറഞ്ഞാൽ ഇങ്ങനെ ഇടുന്ന ഓരോരോ പ്രോഡക്ട്സുകൾ നമ്മൾ ഈ ഡെയിലി ബേസിസിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ പ്രോഡക്ട്സും തന്നെ നമ്മുടെ സ്കിന്നിലോട്ട് അബ്സോർപ്ഷൻ ഉണ്ട്. ചിലത് ഈ സിറംസ് അതുപോലെ ക്രീമുകൾ അങ്ങനെയുള്ളതിനൊക്കെ ചെറിയ മോളിക്യൂൾ സൈസ് ആയതുകൊണ്ട് കുറച്ചും കൂടി അബ്സോർപ്ഷൻ കൂടുതലാണ്. ചെറുത് ഈ ട്രെറ്റിനോയിൻ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സാധനമില്ല, അതൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ഐറ്റംസുകളൊക്കെ നമ്മുടെ ബ്ലഡ് സ്ട്രീമിലോട്ട് തന്നെ അബ്സോർബ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ചിന്തിക്കണം, ഇത്രയും ബ്യൂട്ടി നമുക്ക് ആവശ്യമുണ്ടോ എന്നുള്ളത്. എനിക്കങ്ങനെ തോന്നാറുണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാൻ വിചാരിക്കണത് എൻ്റെ ചാനലിലൂടെ എനിക്ക് കുറച്ച് ആളുകൾക്കെങ്കിലും കോൺഫിഡൻസ് കൊടുക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അതൊരു അടിപൊളിയായിട്ടുള്ള കാര്യമല്ലേ? എന്നുവെച്ചാൽ അവരുടെ സ്കിന്നിലും അവരുടെ ഹെയറിലും അവരുടെ ബോഡിയിലും ഒക്കെ കോൺഫിഡൻ്റ് ആയിട്ടിരിക്കാൻ പറ്റുമെങ്കിൽ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മെസ്സേജ് വരും, ഇതെന്ത് നിങ്ങളുടെ ഇങ്ങനെ മുഖത്തിൽ നിറച്ചിങ്ങനെ പോഴ്ചും പാടുകളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ ഞാൻ അങ്ങനെ പറയും, ഞാൻ മനുഷ്യനാണ്, മനുഷ്യന്മാരാകുമ്പോൾ അങ്ങനെയാണ്. നമുക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഒരു പരിധി വരെയൊക്കെ നമുക്ക് ഈ സ്കിൻ കെയർ ഇതൊക്കെ നമുക്ക് എത്ര നാളെ നമുക്ക് റെഗുലർലി ഫോളോ ചെയ്യാനായിട്ട് പറ്റും. അപ്പം നമ്മൾ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ്. അപ്പം ഞാൻ വിചാരിക്കണേ, എനിക്ക് ഒരു 10 പേർക്ക് ഒരു കോൺഫിഡൻസ് കൊടുക്കാൻ നമ്മുടെ ഈ ഒരു പേജ് കൊണ്ട് പറ്റുവാണെന്നുണ്ടെങ്കിൽ അതൊരു ഭയങ്കര വലിയ അച്ചീവ്മെൻ്റ് ആയിട്ടാണ് ഞാൻ വിചാരിക്കണേ. അപ്പം അതിനു വേണ്ടി എനിക്ക് എത്ര ഹെയ്റ്റ് കിട്ടിയാലും ഞാനിങ്ങനെയൊക്കെ തന്നെ ആയിരിക്കുള്ളൂ. ഇങ്ങനെ നിങ്ങൾ ബ്യൂട്ടി ഫീൽഡിൽ നിൽക്കുമ്പോൾ കുറച്ചും കൂടി ബ്യൂട്ടി ആയിട്ട് ആ ഒരു സ്റ്റൈലിംഗ് ഒക്കെ ചെയ്ത് നിൽക്കണ്ടേ എന്നൊക്കെ ചോദിക്കും. ഇതൊക്കെ നമ്മളുടെ ഇഷ്ടമല്ലേ? അപ്പോൾ ചിലപ്പോൾ എനിക്ക് സാരി ഉടുക്കുമ്പോൾ സാരിയുടെ കൂടെ എനിക്ക് ഷൂസ് ഇടാൻ തോന്നും. അത് നമ്മളുടെ ഇഷ്ടമല്ലേ? അത് ഇന്ന ഒരു സ്റ്റൈലിംഗ് ടിപ്പുണ്ട്, ഇന്നൊരു ബ്യൂട്ടി പാറ്റേൺ ഉണ്ട് എന്ന് വെച്ച് നമ്മൾ അതിൽ തന്നെ നിൽക്കണം എന്നുണ്ടോ? ഇതൊക്കെ എൻ്റെ തോട്ട്സാണ് കേട്ടോ. ഞാനിങ്ങനെ ഇത്തിരി വിയേർഡ് ആയിപ്പോയി, എന്ത് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഹാസ് ആൻ ഇൻട്രോവേർട്ടഡ് കൈൻഡ് ഓഫ് പേഴ്സൺ വാട്ട് ആർ യുവർ ഫീലിങ്സ്? എപ്പോഴെങ്കിലും ഇൻട്രോവേർട്ട് ആയതുകൊണ്ടുള്ള പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. ഞാൻ ഇൻട്രോവേർട്ട് ആണോ എന്ന് ചോദിച്ചാൽ കൈൻഡ് ഓഫ് ഇൻട്രോവേർട്ട് ആണെന്ന് പറയേണ്ടി വരും. എനിക്ക് പുതിയ ആളുകളെ കാണുമ്പോൾ അവരോട് സംസാരിക്കാൻ ഒരു കൂട്ടത്തിൽ എന്നെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടെന്നൊരു പട്ടിക്കുഞ്ഞു പോലും അറിയില്ല. എനിക്ക് അതിൻ്റെ ഇടയിൽ ഇങ്ങനെ മുമ്പിൽ നിൽക്കാൻ എനിക്ക് പറ്റില്ല. ചില ആളുകളൊക്കെ ഇല്ലേ, എവിടെ കൊണ്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവരവിടെ ഉണ്ടെന്ന് ബാക്കി എല്ലാവരും അറിയും. പക്ഷെ എന്നെ അവിടെ കൊണ്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അവിടെ ഉണ്ടെന്ന് ഒരു പട്ടി പോലും അറിയില്ല. എന്ന് വെച്ചാൽ ഭയങ്കര സൈലൻ്റ്, എവിടെയെങ്കിലും പോലും എന്നൊന്നും ചെയ്യലേ എന്നാണ് ഞാൻ അവിടെ ഇരിക്കുന്നുണ്ടാവും. പക്ഷെ അങ്ങനത്തെ എനിക്ക് കുറച്ചിങ്ങനെ ആൾക്കാരെ കാണുമ്പോൾ ചെറുതായിട്ട് സോഷ്യൽ ആങ്സൈറ്റി വരാറുണ്ട്. അത് ഇൻട്രോവേർട്ടിൻ്റെ ലക്ഷണമാണോ എന്ന് എനിക്കറിയാൻ വയ്യ. പിന്നെ എനിക്ക് എന്തെങ്കിലുമൊക്കെ സംസാരിച്ച ഒരാളോട് പുതിയതായിട്ട് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങണമെങ്കിൽ ഞാൻ മനസ്സിലിങ്ങനെ പ്ലാൻ ചെയ്യും, ഇന്നത് പറയണം, ഇങ്ങനെ അടുത്തടുത്ത് പറയണം. അപ്പം നിങ്ങൾ എന്നോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, നിങ്ങൾ പറയണത് എന്താണെന്ന് ഞാൻ കേൾക്കണേ ഉണ്ടാവില്ല. ഞാൻ നിങ്ങളോട് അടുത്തെന്ത് ചോദിക്കണം എന്ന് എൻ്റെ മനസ്സിലുണ്ടാവുക.
അപ്പോൾ ഞാൻ ഇൻട്രോവേർട്ട് ആണോ എനിക്ക് തോന്നുന്നു മറ്റേ നടുക്കുള്ള സാധനമായിരിക്കും. എന്നാലും എക്സ്ട്രോവേർട്ട് അല്ല, എന്നാലും എനിക്ക് 100% ഉറപ്പാണ് അതിന് നടുക്കുള്ള ഒരാളായിരിക്കും. ഞാൻ ഇപ്പോൾ കുറച്ച് മാറാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ എനിക്കിങ്ങനെ ഓരോ പരിപാടികളും ഇവൻറ്റ്സും ഒക്കെ വരുമ്പോൾ അവിടെയൊക്കെ എനിക്ക് സംസാരിക്കേണ്ടതായിട്ടൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇൻട്രോവേർട്ട് ആയതിൻ്റെ പ്രശ്നങ്ങൾ നേരിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇങ്ങനത്തെ ഈ ഒരു ഫീൽഡിൽ ആയതുകൊണ്ടിട്ടാണോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രശ്നങ്ങൾ തോന്നിയിട്ടുണ്ട്. ഇങ്ങനെ പരിപാടികൾക്കൊക്കെ പോകുമ്പോഴേക്കും എനിക്കിങ്ങനെ എവിടെയാണ് യൂണിലിവറിൻ്റെ ഒരു പ്രോഗ്രാമിന് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നു. അവരുടെ സ്റ്റേജിൽ നിന്ന് സംസാരിക്കുക. അത് ഇവിടെ നിന്ന് പോയപ്പോൾ എനിക്ക് അറിയില്ലായിരുന്നു കേട്ടോ അങ്ങനെ സ്റ്റേജിൽ കയറി നിന്ന് സംസാരിക്കേണ്ട പരിപാടിയാണ്. അറിഞ്ഞിരുന്നെങ്കിൽ ഉറപ്പായിട്ട് ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴേക്കും അവരെന്നോട് പറഞ്ഞു, ഓക്കെ വാ നീ ഞങ്ങളെ ഉണ്ണിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. എന്നുകൊണ്ട് 4 പേര്, ഞാൻ പിന്നെ 2 വേറെ ഹിന്ദിയിലുള്ളവർ പിന്നെ സ്റ്റെഫി ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ 4 ആളുമാണ് ഉണ്ടായിരുന്നത്. എനിക്ക് ശരിക്കും ഉണ്ടല്ലോ നമ്മളിങ്ങനെ ഈ സിനിമയിലൊക്കെ ഇങ്ങനെ ചെവിന്ന് കിളി പറന്നു പോണ സീൻ കാണില്ലേ, അത് വെറുതെ അല്ല, ശരിക്കും കിളി പറക്കും. എനിക്കിങ്ങനെ ഫീൽ ചെയ്തു കിളിയും പുകയൊക്കെ ഇങ്ങനെ. ഞാനിങ്ങണ്ടല്ലോ ഞാൻ ഈ സൈഡിലും അവരെൻ്റെ ഇപ്പുറത്തും, ഞാൻ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. എനിക്ക് അവരുടെ ബാലങ്ങൾ മാത്രമേ കേൾക്കണുള്ളൂ. എനിക്കൊന്നും കേൾക്കണില്ല അവർ പറയണ എന്താന്ന് പോലും എനിക്ക് മനസ്സിലാവണേ. ചെവി ഇങ്ങനെ അടഞ്ഞു പോയി, പുകയും ചീറ്റലും പൊട്ടലൊക്കെ. അപ്പം എനിക്ക് കുറച്ച് തോന്നിയായിരുന്നു ഞാൻ കുറച്ചും കൂടി ഒരു എക്സ്ട്രോവേർട്ട് ആയിരുന്നെങ്കിൽ മേ ബി എനിക്ക് അവിടെ കുറേ ബ്രാൻഡ്സ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് ബ്യൂട്ടി ബ്രാൻഡ്സ് ഒത്തിരി ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് അവരോടൊക്കെ വർത്തമാനം പറഞ്ഞൊക്കെ കൺവിൻസ് ചെയ്യാനൊക്കെ പറ്റിയിരുന്നെങ്കിൽ എൻ്റെ കരിയറിന് എനിക്ക് ഇത്തിരി കൂടെ ബെനിഫിഷ്യൽ ആയിരുന്നേനെ എന്ന് എനിക്ക് തോന്നിയിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു കാര്യം ആലോചിച്ചു, ഞാൻ ഇങ്ങനെ ഇൻട്രോവേർട്ട് എന്ന് പറയുന്നത് അങ്ങനത്തെ ഒരു ഇത്തിരി സൈലൻ്റ് ആണെങ്കിൽ പോലും ദൈവം എനിക്ക് എന്തോരം ഓപ്പർച്യൂണിറ്റീസാണ് കൊണ്ട് തരുന്നത്. ഇത്രയും സൈലൻ്റ് ആയിട്ടിരുന്നിട്ട് ഞാനായിട്ട് അങ്ങോട്ടേക്ക് ഒന്നിനും ചെല്ലാണ്ട് എൻ്റെ അടുത്തേക്ക് കാര്യങ്ങൾ ഇങ്ങനെ അന്വേഷിച്ച് വരിക. അപ്പോൾ എനിക്ക് തോന്നി ഞാനിങ്ങനെ വിഷമിക്കേണ്ട ആവശ്യം എന്താ, ഞാൻ എങ്ങനെയാണുള്ളത് അതിലോട്ട് എനിക്ക് കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അത് നല്ലതല്ലേ എന്ന് ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. പിന്നെ എനിക്ക് എപ്പോഴാണ് തോന്നിയെന്നറിയോ, നമ്മൾ യൂട്യൂബിൻ്റെ ഇവൻറ്റിന് പോയിട്ടുണ്ടായിരുന്നല്ലോ. എവിടെ എനിക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് വന്നിട്ട് ഈ ഒരു എനിക്ക് തോന്നുന്നു ഓഗസ്റ്റിൽ ഞാൻ എപ്പോഴാണ് ലാസ്റ്റ് Q&A വീഡിയോ ഇട്ട് അതിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു നോക്കട്ടെ. ഞാൻ 10 മാസത്തിന് മുമ്പാണ് Q&A ഇട്ടത്. അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് ഉണ്ടാവും. പക്ഷേ ഓഗസ്റ്റ് സമയം നടന്ന കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടാവില്ലല്ലോ. എന്ന് വെച്ചാൽ എൻ്റെ ഇടയിലുണ്ടല്ലോ ഞാൻ ഒരു Q&A ഷൂട്ട് ചെയ്തിരുന്നു, പക്ഷെ അത് പോസ്റ്റ് ചെയ്യാനായിട്ട് വിട്ടുപോയി തോന്നുന്നു. അപ്പോൾ എനിക്ക് ആ ഒരു ഓഗസ്റ്റ് സെപ്റ്റംബർ ആ ഒരു നവംബർ ആയതോ ഞാൻ ആ ഒരു ഇവൻറ്റിലൊക്കെ പോയിരുന്ന സമയമില്ല എനിക്ക് ഇഷ്ടം പോലെ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ. എനിക്ക് യൂട്യൂബിൻ്റെ ഇവൻറ്റിന് ഡൽഹി പോകാനായിട്ട് പറ്റി. ഫുള്ളി എന്നെ സ്പോൺസർ ചെയ്ത് അവിടെ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ നമ്മളിങ്ങനെ ഉണ്ടല്ലോ അവർ യൂട്യൂബിൻ്റെ ടീം ഇങ്ങനെ കൈയിൻ്റെ ഉള്ളിൽ ഇങ്ങനെ കൊണ്ട് നടക്കില്ലേ, അതേപോലെ ഇങ്ങനെ കൊണ്ട് നടക്കായിരുന്നു. വേണ്ട ഫുഡ്, ട്രാവല്, നമ്മൾ എയർപോർട്ടിൽ നിന്ന് പിക്ക് ചെയ്ത് കൊണ്ടുപോകും, അവിടെ നിന്ന് എല്ലായിടത്തും കൊണ്ടുപോകും, ഫുൾ സെറ്റ്. ഞാൻ എപ്പോഴും അതുകൊണ്ടിട്ട് ചിന്തിക്കുകയെ നമുക്കില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആലോചിച്ച് നമ്മൾ വിഷമിക്കുന്നതിനേക്കാട്ടിലും ബെറ്റർ നമുക്ക് എന്തോരം നല്ല കാര്യങ്ങളുണ്ടാവും അതിനെക്കുറിച്ച് ആലോചിക്കുന്നതല്ലേന്ന്. പക്ഷെ ഇടയ്ക്കൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ ചിന്തിച്ചു പോകാറുണ്ട് കേട്ടോ. പിന്നെ വേറൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ, ഈസ് ഗെറ്റിംഗ് ഓൾഡർ സ്കെയറിങ് യു, അങ്ങനെ കണ്ടല്ലേ പറഞ്ഞേ? അത് മനസ്സിലായല്ലോ. പ്രായമാകുമ്പോഴേക്കും പേടി തോന്നുന്നുണ്ടോ എന്ന്. പ്രായമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ 28 വയസ്സായിട്ടുള്ളൂ. യങ് ലിറ്റിൽ ഗേൾ അല്ലേ, ലിറ്റിൽ വുമൻ. പക്ഷെ എന്നാലും എനിക്ക് പേടിയാവാറുണ്ട്. പ്രത്യേകിച്ച് എനിക്കിപ്പോൾ ഈ സമയം ഇങ്ങനെ ഓടിപ്പോണ കാണുമ്പോഴേക്കും ഉണ്ടല്ലോ എനിക്കൊന്നും കൂടി ദാശോ എൻ്റെ ദൈവമേ ജീവിതമല്ലേ ശരി മുന്നോട്ട് ഇങ്ങനെ ഓടിപ്പോണത്, ഒന്നും ചെയ്യുന്നില്ല. എനിക്ക് എൻ്റെ ഒരു പ്രശ്നമാണെന്ന് എനിക്കറിയില്ല എന്തുകൊണ്ടാണെന്ന്. ഞാൻ എന്ത് ചെയ്താലും ഞാൻ ഒന്നും ചെയ്യണില്ല. എനിക്ക് എന്തെങ്കിലുമൊക്കെ കൂടി ചെയ്യണം, എനിക്കൊന്നും ഞാൻ അച്ചീവ് ചെയ്തില്ല, എനിക്ക് എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയോ എനിക്കിനി ചെയ്ത് തീർക്കാണ്ട് അങ്ങനത്തെ ഒരു ചിന്ത എനിക്ക് വരും. അപ്പോൾ എനിക്കൊന്നും പറ്റണില്ല, ഇതങ്ങനെ ഓടിപ്പോണത്, ലൈഫ് അങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റണില്ല, കണ്ണടച്ച് തുറക്കണ സമയം കൊണ്ടിട്ട് ഇങ്ങനെ എല്ലാം പോവാണല്ലോ എന്നൊക്കെ എനിക്കിങ്ങനെ ആ ഒരു ഫീൽ വരും. അപ്പം എനിക്ക് പ്രത്യേകിച്ച് എനിക്കിങ്ങനെ അച്ഛനും അമ്മയെ കാണുമ്പോഴേ കഴിഞ്ഞ ദിവസം ഇങ്ങനെ അച്ഛനെ കണ്ടപ്പോഴേക്ക് അച്ഛൻ ഇങ്ങനെ പിടിച്ചപ്പോൾ ഇങ്ങനെ ഇവിടെ കൈ ചുളുങ്ങണം. അപ്പം എനിക്ക് ഭയങ്കര വിഷമം വന്നു. ഞാൻ അങ്ങനെ നോക്കുക നമ്മുടെ അച്ഛനും അമ്മയും സ്കിന്ന് വെച്ചു. വേണ്ട, ആ വിഷയം നമുക്ക് സംസാരിക്കണ്ട. ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷനല്ലേ അത്. അടുത്ത ക്വസ്റ്റ്യൻ, എങ്ങനെയാണ് ഞാൻ ബിസിനസ് ആൻഡ് യൂട്യൂബ് മാനേജ് ചെയ്യണതെന്നാണ് കേട്ടോ ചോദിച്ചിട്ടുള്ളത്. അയ്യോ, ബിസിനസ് ആൻഡ് യൂട്യൂബ് മാനേജ് ചെയ്യാൻ ഭയങ്കര പാടാണ് ഗൈസ്.
വിചാരിക്കണം പോലെയല്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ് നമുക്കിത് രണ്ടും കൂടിയിട്ട് ഒരുപോലെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. എനിക്ക് എപ്പോഴും പറ്റണമെന്ന് വെച്ചാൽ ഞാനിങ്ങനെ യൂട്യൂബിൽ ഇപ്പോൾ ആക്റ്റീവായിട്ട് നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ക്ലോത്തിങ്ങിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. ക്ലോത്തിങ്ങിൽ ശ്രദ്ധിക്കാമെന്നിരിക്കട്ടെ, എനിക്ക് യൂട്യൂബിൻ്റെ കാര്യങ്ങൾ നോക്കാനായിട്ട് പറ്റില്ല. കാരണം നമുക്ക് ഫുള്ളി ഡെഡിക്കേഷൻ കൊടുത്ത് ചെയ്യേണ്ട ഒരു കാര്യമാണ് യൂട്യൂബ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ ബിസിനസ് ആണെന്നുണ്ടെങ്കിലും. പക്ഷെ എനിക്ക് പ്രോസസ്സ് എനിക്കിഷ്ടമാണ്, എനിക്ക് ബിസിനസ് എനിക്കിഷ്ടമാണ്, സ്ട്രാറ്റജീസും ഉണ്ടാക്കുക, ഇങ്ങനെ റിസർച്ച് ചെയ്യുക, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. എങ്ങനെ ഇതിനെ നമുക്ക് കൊണ്ടുവരാം, പൊക്കി കൊണ്ടുവരാം, അതിൻ്റെ സെയിൽസ് ഇമ്പ്രൂവ് ചെയ്യണം എങ്ങനെയാണ്, അങ്ങനെയുള്ളതൊക്കെ ആ ഒരു പ്രോസസ്സ് എനിക്കിഷ്ടമാണ്. യൂട്യൂബിൻ്റെ ആണെന്നുണ്ടെങ്കിൽ എനിക്കിങ്ങനെ ഇരുന്ന് ഷൂട്ട് ചെയ്യുക, സ്ക്രിപ്റ്റ് ചെയ്യുക, സാധനങ്ങളൊക്കെ റെഡിയാക്കുക, പറഞ്ഞു തരിക, ആ ഒരു പ്രോസസ്സ് എനിക്കിഷ്ടമാണ്. ഇത് രണ്ടിൻ്റെയും എനിക്കിഷ്ടമുള്ള കാര്യമാണ്. ഒരു ബിസിനസ് എന്ന ആസ്പെക്റ്റിൽ നോക്കുമ്പോൾ ഇത് രണ്ടും എനിക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. പക്ഷെ സ്ട്രെസ്ഫുൾ ആക്കാറുണ്ട് കേട്ടോ. പക്ഷെ എനിക്ക് ഇങ്ങനെ ഭയങ്കര ഒരു സ്ട്രെസ്സ് നമുക്ക് ഉണ്ടാക്കും. ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ യൂട്യൂബിന് എനിക്ക് അത്രയും സ്ട്രെസ് ഇല്ല. എനിക്ക് മേ ബി എനിക്ക് ഇത്തിരി കൂടുതൽ ഇഷ്ടം, ഇത്തിരി കുറച്ചധികം കൂടുതൽ ഇഷ്ടം യൂട്യൂബിനോട് ഉള്ളതുകൊണ്ടായിരിക്കാം. യൂട്യൂബ് ഞാൻ എൻജോയ് ചെയ്ത് എനിക്ക് മിസ് ചെയ്യും ഷൂട്ട് ചെയ്യാതിരിക്കുമ്പോൾ. അപ്പോൾ അങ്ങനെ എൻജോയ് ചെയ്ത് ചെയ്യുന്ന കാര്യം മറ്റൊന്നും എൻജോയ് ചെയ്യുന്നതാണ്. പക്ഷെ അതിൽ ഞാൻ ഇതിലിടുന്നതിൻ്റെ ഒരു 10-100 ഇരട്ടി എഫേർട്ടാണ് ഞാൻ അതിലിടുന്നത്. അത്രയും എഫേർട്ട് ഞാൻ ഇടുന്നുണ്ട് ആ ഒരു ക്ലോത്തിങ്ങിലോട്ട് വേണ്ടിയിട്ട്. ഇപ്പം രണ്ടും കൂടി മാനേജ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഇപ്പം നമ്മളുണ്ടല്ലോ ക്ലോത്തിങ്ങിൽ ഒരു പുതിയൊരു എക്സ്പെരിമെൻറ്റ് നടത്താനായിട്ടുള്ളൊരു ഒരുക്കത്തിലാണ്. എനിക്ക് ആ ഒരു പ്രോസസ്സ് എനിക്ക് ഇഷ്ടമായി. വെച്ചാൽ നമ്മളിങ്ങനെ പിച്ച വെച്ചിങ്ങനെ വന്ന് ആദ്യം നമ്മളിങ്ങനെ ഒരു കുറച്ച് സ്റ്റോക്ക് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ഇട്ട് ഇതാക്കി, അതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ചും കൂടി എക്സ്പ്ലോർ ചെയ്ത് കുറച്ചും കൂടി നമ്മൾ സ്ഥലങ്ങളിൽ പോയി കുറേ നമ്പേഴ്സ് ഓഫ് എണ്ണം കൂട്ടി. അത് കഴിഞ്ഞ് പിന്നെയും നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ പഠിച്ച് എന്താ നമ്മളിങ്ങനെ സ്റ്റോക്ക് എടുക്കുമ്പോൾ ഇങ്ങനെ ചെക്ക് ചെയ്യണം, അതുപോലെ ഓരോന്ന് എങ്ങനെ കറക്റ്റ് ചെയ്ത് മേടിക്കാം, മെറ്റീരിയൽസ് എങ്ങനെ നല്ല നോക്കി മേടിക്കാം എന്നുള്ള അങ്ങനെ പഠിച്ചു. അതിനുശേഷം നമ്മളങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇപ്പോഴാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെറുതായിട്ട് നമ്മളിങ്ങനെ എന്താ ഞാൻ ഡിസൈൻസ് പറഞ്ഞു കൊടുത്തിട്ട് ആ ഡിസൈൻസ് ചെയ്യിപ്പിക്കാനുള്ളൊരു പ്ലാനിങ്ങിലാണ് കേട്ടോ. ഒരു പ്രോസസ്സ് നടക്കുന്നേ ഉള്ളൂ, റിവീൽ ചെയ്യണ്ടായിരുന്നല്ലേ. ഓക്കെ, അപ്പോൾ ഇവിടം വരെ നിങ്ങൾ എൻ്റെ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ട്രൂ ഫോളോവേഴ്സാണ്, അപ്പോൾ നിങ്ങൾ അറിഞ്ഞോ, കുഴപ്പമില്ല. അപ്പോൾ അങ്ങനെ ഒരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ അങ്ങനെ ഓരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മളിങ്ങനെ ബിസിനസ്സിൽ ഇങ്ങനെ പിച്ച വെച്ചിങ്ങനെ വരാണ്. എനിക്കിഷ്ടമാണ് ഒരു പ്രോസസ്സ്, എനിക്കിഷ്ടമാണ്. പിന്നെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളതാണ് എന്തുകൊണ്ടാണ് ക്ലോത്തിങ് എടുക്കാൻ കാര്യം എന്ന്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കിഷ്ടം ബ്യൂട്ടി, സ്കിൻ കെയർ, ഹെയർ കെയർ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ എനിക്കിങ്ങനെ ഹെയർ കളറിങ്, കെമിക്കൽ രീതിയിലുള്ള സംഗതികൾ ചെയ്യാൻ എനിക്ക് അത്ര താല്പര്യമില്ല. പാർലർ എനിക്ക് മുൻപ് മനസ്സിലുണ്ടായിരുന്നെങ്കിലും എനിക്ക് അങ്ങനത്തെ ഒരു കെമിക്കൽസ് ഒന്നും ഞാൻ പറയുന്നില്ല, ആ ഒരു രീതിയിലുള്ളത് എനിക്ക് താല്പര്യമില്ല. അല്ലാതെ ഇച്ചിരി ഹോളിസ്റ്റിക് രീതിയിൽ ആയുർവേദിക് രീതിയിലൊക്കെയുള്ള പാർലേഴ്സിനോടും താല്പര്യം ഉണ്ടായിരുന്നു. അതിൽ കൂടുതൽ എനിക്കിപ്പോൾ പ്രോഡക്ട്സുകൾ അങ്ങനെയൊക്കെ അതൊക്കെ മേക്കപ്പോ അല്ലെങ്കിൽ മേക്കപ്പിനേലും ഉപരി ഹെയർ കെയർ, സ്കിൻ കെയർ ഒക്കെ ആയിരുന്നെങ്കിൽ അതിനോടായിരുന്നു എനിക്ക് കൂടുതൽ താല്പര്യം. എനിക്ക് തോന്നുന്നു എനിക്ക് കൂടുതൽ അറിവും അതിനോടാണ്. എനിക്ക് ക്ലോത്തിങ്ങിനുള്ളതിനെക്കാട്ടിൽ കൂടുതൽ അറിവ് എനിക്ക് സ്കിൻ കെയർ, ഹെയർ കെയറിലോട്ടാണ്. പക്ഷെ അതിൻ്റെ അത് നമ്മൾ തുടങ്ങാനുള്ള ഒരു സ്റ്റെപ്സ് കൂടുതലാണ്. പിന്നെ അതിൻ്റെ മോണിറ്ററി സംഗതി, നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുതലാണ്. അത് നമുക്ക് കുറച്ചൊരു ടീമൊക്കെ ഇല്ലാണ്ട് നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അങ്ങനെ ആലോചിച്ചപ്പോഴാണ് ക്ലോത്തിങ്ങിനകത്ത് എനിക്ക് കുർത്താസ് ഇഷ്ടമാണ്. എൻ്റെ കുർത്താസ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഇത് ചെയ്ത് തുടങ്ങിയതാണ്. ഇപ്പം പക്ഷേ ഞാൻ ക്ലോത്ത്സ് ഇഷ്ടപ്പെട്ട് തുടങ്ങി എന്നുള്ളതാണ്. അതെനിക്ക് മനസ്സിലായത് ഞാൻ സരോജിനി മാർക്കറ്റിൽ പോയപ്പോഴാണ്. ഞാൻ ഇത്രയും 5 മണിക്കൂർ നടന്ന് ഷോപ്പ് ചെയ്തെന്ന് എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. ഷോപ്പിംഗ് എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരാളേ അല്ല. സ്പെഷ്യലി ഡ്രസ്സ് ഷോപ്പ് ചെയ്യുന്നത് എനിക്ക് തീരെ ഇഷ്ടമുള്ള ഒരു കാര്യമല്ല. പക്ഷെ ഇപ്പം ഞാൻ പഠിച്ചു ഇങ്ങനെ ഡ്രസ്സ് കണ്ട് മേടിക്കാൻ, എങ്ങനെ നല്ല മെറ്റീരിയൽ എങ്ങനെ കണ്ട് എടുക്കാം, നല്ലോണം സ്റ്റിച്ച് ചെയ്തിരിക്കണം എങ്ങനെ, അതൊക്കെ ഞാൻ പഠിച്ചു. അപ്പം ഇപ്പം എനിക്ക് അതും ഇഷ്ടമാണ് കേട്ടോ. അപ്പം അതാണ് ക്ലോത്തിങ്. പിന്നെ ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങുന്നില്ലേ എന്ന് ഇതിൻ്റെ ഇടയിൽ ആരും ചോദിച്ചു. നമ്മൾ ഓൾറെഡി ത്രിഫ്റ്റ് സ്റ്റോർ തുടങ്ങിയിട്ടോ, ത്രിഫ്റ്റ് ബൈ ഉണ്ണി എന്നാണ്. നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ സെർച്ച് ചെയ്ത് നോക്കാം. ത്രിഫ്റ്റ് സക്സസ്ഫുള്ളി റൺ ചെയ്തിട്ട് ത്രിഫ്റ്റിൽ ഞാൻ സാധനം ഇട്ട് ഒരു 5 മിനിറ്റ് കൊണ്ടിട്ട് സാധനം കച്ചവടം അങ്ങനെ ത്രിഫ്റ്റ് അങ്ങനെ അടിപൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ ത്രിഫ്റ്റ് ഞാൻ അത്ര വലിയൊരു പ്രോഫിറ്റൊന്നും അങ്ങനെയൊന്നും ഉദ്ദേശിച്ചിട്ടില്ല. ഞാൻ ഇടുന്ന ഡ്രസ്സ് അങ്ങനെ എടുക്കുക, കാരണം എനിക്ക് അപ്പം അടുത്ത നെക്സ്റ്റ് ഡ്രസ്സ് മേടിക്കുക. നമ്മളിങ്ങനെ ഹോളിനൊക്കെ വേണ്ടിയിട്ട് ഒത്തിരി ഡ്രസ്സ് മേടിക്കത്തില്ലേ, അതുപോലെ ഇപ്പോൾ ഇവൻസിന് മെയിനായിട്ട് എനിക്കിപ്പോൾ ഹോളിനെക്കാട്ടിലുപരി ഇവൻസിന് പോകുമ്പോഴാണ് പുതിയ ഡ്രസ്സ് എടുക്കും, ഇവൻറ്റ് കഴിഞ്ഞാൽ പിന്നെ ഇടത്തില്ല. അപ്പം അങ്ങനെയുള്ള ഡ്രസ്സുകൾ ഞാൻ ഇടാന്നുള്ള ഉദ്ദേശത്തിലാണ് ത്രിഫ്റ്റ് തുടങ്ങിയത്. അത് സക്സസ്ഫുള്ളി റൺ ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ് പാർലർ തുടങ്ങാനുള്ള പ്ലാൻ ഡ്രോപ്പ് ചെയ്തതെന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് കേട്ടോ.
പാർലറും കൂടി തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ ബെഡിലാക്കേണ്ട അവസ്ഥ വരും. അങ്ങനെയാ ഇപ്പോൾ നമ്മളത് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ എന്തോരം ഒരു സ്ട്രെസ്ഫുൾ, പ്രത്യേകിച്ച് മോണിറ്ററി സംഗതി ഇൻവോൾവ് ആയിട്ടുള്ളത് കൊണ്ട്, നമ്മൾ ഇത്രയും ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ട് നമ്മുടെ ഹൃദയം, പ്രത്യേകിച്ച് ആ ഒരു പിശിക്കായതിനാൽ എൻ്റെ ഹൃദയം നുറങ്ങും ഗൈസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. പിന്നെ എന്താ, അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വിശേഷങ്ങൾ. കുറച്ച് എൻ്റെ ലൈഫ് അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങളായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇനി എന്തെങ്കിലും ലൈഫ് അപ്ഡേറ്റ് ക്വസ്റ്റ്യൻസ് നിങ്ങൾക്കുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അറിയാൻ താല്പര്യമുണ്ട്, എനിക്കിനി അതിൽ പറയാനുണ്ടോ? പ്രത്യേകിച്ച് അങ്ങനെ ഒന്നും പറയാനില്ല. എന്തെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാണ്ട് വെച്ചാൽ താഴെ കമന്റ് സെക്ഷനിൽ ചോദിക്കാം കേട്ടോ. അപ്പോൾ ബൈ, സീ യു, ടേക്ക് കെയർ.